ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ജർമ്മൻ ബേസ്ഡ് കമ്പനിയായിട്ടുള്ള ബയറിൻ്റെ പ്ലാനോഫിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററാണ്. ഇതിൻ്റെ പ്രധാന ധർമ്മം എന്ന് വെച്ചാൽ നമ്മൾ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ചെടികളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതിനും അതിൻ്റെ ഫ്രഷ്നെസ് നിലനിർത്തുന്നതിനും ഇത് നമുക്ക് സഹായിക്കുന്നുണ്ട്. ഇതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ വരുന്നത് ആൽഫ നാപ്തിൽ അസറ്റിക് ആസിഡ് 4.5 SL എന്നൊരു ഫോമിലാണ് ഇത് വരുന്നത്. ഈ മരുന്ന് നമ്മൾക്ക് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. കൂടാതെ ഡ്രിപ്പ് ഇറിഗേഷൻ വഴി നമുക്ക് ഫീൽഡിലേക്ക് സപ്ലൈ ചെയ്യുകയും ചെയ്യാം. പ്ലാനോഫിക്സിൻ്റെ മറ്റൊരു ധർമ്മം എന്ന് വെച്ചാൽ നമ്മൾ കൃഷിയിലുണ്ടാകുന്ന പൂക്കളെ കൊഴിയാതെ സംരക്ഷിച്ച് നിർത്തുന്നതിന് നമുക്കിത് പ്ലാനോഫിക്സ് വളരെയേറെ സഹായിക്കുന്നുണ്ട്. കൂടാതെ നമ്മളെ ചെടികളിലുണ്ടാകുന്ന കായകളുടെ വലിപ്പവും ആകൃതിയും ഒക്കെ ഉണ്ടാകുന്നതിനും നിലനിർത്തുന്നതിനും ഈ ഒരു ടോണിക് നമ്മളെ സഹായിക്കുന്നുണ്ട്. പച്ചമുളക്, തക്കാളി, പയർ, വഴുതനങ്ങ എന്നിവയൊക്കെ നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിലും കൂടാതെ നമ്മൾ അടുക്കളത്തോട്ടങ്ങളിലും കൃഷി ചെയ്യാറുണ്ട്. ഇങ്ങനെ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ചെടികളിൽ ധാരാളം പൂവുണ്ടാകുന്ന സമയത്ത് ഇതേപോലെ പൂ കൊഴിച്ചിലും ഉണ്ടാകും. ഈ ഒരു പ്രശ്നത്തെ നമുക്ക് വളരെ ഫലപ്രദമായ രീതിയിൽ പ്ലാനോഫിക്സ് ഉപയോഗിച്ച് നമുക്ക് പ്രതിരോധിക്കാം. അതിനുവേണ്ടി നമ്മൾ ചെടികളിൽ പൂവുണ്ടാകുന്നതിൻ്റെ ഒരു 5 ദിവസം മുന്നോടിയെങ്കിലും പ്ലാനോഫിക്സ് ചെടികളിൽ നന്നായി സ്പ്രേ ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പൂ കൊഴിച്ചിലിനെ നല്ല രീതിയിൽ തടഞ്ഞു നിർത്തുന്നതിന് സഹായിക്കും. ഈ ഒരു മരുന്ന് നമ്മൾക്ക് കീടനാശിനിയുടെ കൂടെയോ ഫംഗിസൈഡുകളുടെ കൂടെയും ഒക്കെ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്യാവുന്നതാണ്. കൂടാതെ നമ്മൾ വളങ്ങളുടെ കൂടെയും ഒക്കെ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്യാം. പ്ലാനോഫിക്സിൻ്റെ മറ്റൊരു പ്രത്യേകത ഇത് കുറഞ്ഞ വിലയിൽ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാകുന്നതാണ്. പക്ഷേങ്കിൽ ഇതിൻ്റെ റിസൾട്ട് വളരെ നല്ല റിസൾട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിൻ്റെ ഡോസേജ് വരുന്നതെന്ന് വെച്ചാൽ 15 ലിറ്റർ വെള്ളത്തിലേക്ക് 4 ml പ്ലാനോഫിക്സ് എന്ന തോതിൽ മാത്രം മിക്സ് ചെയ്ത് നമ്മൾ സ്പ്രേ ചെയ്താൽ മതി. ഒരു ഏക്കറയിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നതെങ്കിൽ 150 ലിറ്റർ വെള്ളത്തിലേക്ക് 50 ml എന്ന തോതിൽ ചേർത്ത് നമുക്ക് സ്പ്രേ ചെയ്യാം. നമ്മൾക്ക് ഈ പ്ലാനോഫിക്സ് എന്ന് പറഞ്ഞ ടോണിക്ക് ചെടികളിൽ 15 മുതൽ 20 ദിവസത്തെ ഗ്യാപ്പിൽ മാത്രമേ സ്പ്രേ ചെയ്യേണ്ടതായിട്ടുള്ളൂ. നമ്മൾ ആദ്യത്തെ സ്പ്രേ കഴിഞ്ഞ് 20 ദിവസം വരെ നമുക്ക് ഇതിൻ്റെ ഒരു എഫക്റ്റ് നമ്മളെ ചെടികളിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് ശേഷം മാത്രമേ അടുത്ത സ്പ്രേ നമ്മൾ ചെടികളിൽ കൊടുക്കേണ്ടതുള്ളൂ. കൂടാതെ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് നല്ല ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും.